തല, കണ്ണ്, മൂക്ക്, ഇങ്ങോട്ടൊന്നുമില്ല. കൈ, കാല് അവിടെ ഒന്നുമില്ല. മൊത്തം ഈ ഭാഗത്ത് തന്നെ. എൻ്റെ കണ്ണിന് കാഴ്ച വരെ പ്രശ്നം വന്നിട്ടുണ്ട്. വലത്തെ കണ്ണ് മങ്ങിണ്ടായി. പിന്നെ ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോഴും കാഴ്ചക്ക് പ്രശ്നമുണ്ടോ? കാഴ്ചക്ക് എനിക്ക് കാണാൻ ഒരു ചെറിയൊരു മങ്ങൽ പോലെ വലത്തെ കണ്ണിന്, വേറെ ഒന്നുമില്ല. പിന്നെ അന്ന് ഈ മർദ്ദിച്ചിട്ട് മൂക്കിലൂടെ രക്തം വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മൂക്കിലൂടെ നല്ലോണം രക്തം പോയിണ്ടായി. അപ്പം അവിടുത്തെ വീട്ടുമുറ്റത്തൊക്കെ ഫുള്ള് രക്തേനും, എൻ്റെ ഷർട്ടായിക്കോട്ടെ ഡ്രസ്സിലൊക്കെ ഫുള്ള് രക്തമാണ്. അപ്പം അങ്ങനെ ഉണ്ടായിട്ടും ഞാനങ്ങനെ രക്തം വാർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ തുടക്കുകയാണ് താഴോട്ട് നോക്കിയിട്ട്. അങ്ങനെ തുടക്കുന്ന നേരവും അവിടെ ഒരാളുണ്ടായിരുന്നു, ഒരു അഭിനന്ദ് ബിയാർ എന്ന് പറയും. എന്നോട് പറയാ, നീ മോത്ത് വെക്ക്, നീ താഴെ വെക്കില്ല, മോത്ത് വെക്ക്. എന്നിട്ട് അവനെന്തൊക്കെ എന്നോട് പറഞ്ഞു. അതൊക്കെ കേട്ടിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത്. അതുവരെ ഞാൻ ആ ചോര വാർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായത്. ഇങ്ങനെയൊക്കെ മർദ്ദനം ഉണ്ടായിട്ടും ഒരാൾ പോലും തടുക്കാനോ മർദ്ദിക്കരുതെന്ന് പറയാനോ തയ്യാറായില്ല. ഇല്ല. എല്ലാവരും പറഞ്ഞത് ഇപ്പോൾ ഇത് കിട്ടിയത് ഇവിടെ കഴിഞ്ഞി, ഇനി നീ ഇതിന്റെ വയറിനെ പോയാൽ ഇതൊരു വാണിംഗ് പോലാണ്, ഇത് കൂടെയുള്ളൂ, അങ്ങനെ എന്നോട് പറഞ്ഞത്. ഇതിന് പ്രതികരിച്ചാൽ തീർക്കും ആ ഒരു ലൈൻ. അതാണ് അവർ പറഞ്ഞത് എന്നോട്. ഈ ആ സ്ഥലത്തേക്ക് അമലിനെ വിളിക്കുമ്പോൾ കൂടെ ആരെങ്കിലും വന്നിരുന്നോ? അങ്ങനെ കൂട്ടുകാരെങ്കിലും വന്ന് അസിസ്റ്റ് ചെയ്തിരുന്നോ? കൂട്ടുകാർ വന്നിട്ടുണ്ടായി, പക്ഷെ അവരൊന്നും അങ്ങോട്ട് കയറ്റില്ല. അവരോടും പറഞ്ഞത് തന്നെ, നിങ്ങൾ അങ്ങോട്ട് പോയാൽ നിങ്ങൾക്കും കിട്ടും, എല്ലാത്തിനും കാലടിക്കും, അങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞു. അങ്ങോട്ട് പോകണ്ട, അതിൽ പോകാൻ അങ്ങ് തീർക്കും, അടങ്ങ് തീരും. എന്നിട്ട് എന്നെ മാത്രം മുകളിൽ കൊണ്ടുപോയതാ. ഇതിപ്പോൾ ചോരല്ലെങ്കിൽ വന്ന് ഞാൻ വാർ നിൽക്കുന്ന ഓലെങ്ങനെയോ ഓടി വന്ന് എൻ്റെ അടുത്ത്. എന്നിട്ട് ഓലാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇവർ SFIക്കാർ വൈകുന്നേരം തന്നെ വന്നിരുന്നു ഹോസ്പിറ്റലിൽ, കുഞ്ഞാണി താലൂക്ക് ഹോസ്പിറ്റലിൽ. അവിടെ OP ഷീറ്റ് എടുത്ത് ഇവരാണ് പോയിട്ട് പറഞ്ഞത് ആക്സിഡന്റ് ആണ് കേസ്. അതായത് കൂടെ വന്ന SFIക്കാരാണ് ഇത്? ഇവിടെ വന്നല്ല, എൻ്റെ വയ്യ വന്ന് ഞാൻ